ആർക്കും ഒരു താല്പര്യമില്ല. കാരണം ഈ പാലം ഇങ്ങനെ കിടക്കുക പുരാവസ്ഥയായിട്ട് കിടന്ന് നശിഞ്ഞു പോകാനുള്ള ആൾക്കാരാണ് എന്റെ ഒരു ഇത് പറയണത്. ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഗവൺമെന്റ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. BOT പാലത്തിന്റെ കരാറുമായി ബന്ധപ്പെട്ടാണ് ഇവനെ മുടക്കിയിട്ടിരിക്കുന്നത്. BOT പാലം വന്നതോടുകൂടി അവർക്ക് പണം കിട്ടാൻ വേണ്ടി, ടോൾ കിട്ടാൻ വേണ്ടി ഇത് മുടക്കിയതാണ്. ചില രാഷ്ട്രീയ നേതൃത്വത്തിന് അതിൽ ഒരു പങ്ക് പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഹാർബർ പാലത്തിന് കുറ്റിയടിച്ച് റിപ്പയർ ചെയ്യാത്തത്. ടൂറിസത്തിന്റെ മറ്റൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ചൂണ്ടിടാനാ ഹോട്ടൽ നടത്താനൊക്കെയുള്ള പരിപാടിയാണ് ഇവർ ആലോചിച്ചത്. യഥാർത്ഥത്തിൽ ഇതിന് ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ കഴിയുന്ന സൗകര്യം താങ്ങും ഈ പാലത്തിൽ ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സമര പരിപാടികൾ പലതും ഞങ്ങൾ നടത്തും. പാലം തുറപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള അജണ്ട. Wellington Island, the only artificial island in India, is a brainchild of Sir Robert Bristow, a British Admiralty engineer. In order to connect the new land with Fort Kochi, he gave life to the old Matangiri Bridge, the only lift-span bridge in Kerala. The lift-span technology enabled large vessels to pass through the bridge by lifting the central span. 2 decades ago, the bridge was part of the NH-47 and the axle loads and tonnage of vehicles it must have carried are beyond comprehension. This iconic structure, which is among the most valuable monuments in Cochin and a sturdy survivor from the British era, has now been reduced to the status of a pocket road for two-wheelers. Colonial ഭരണം നമുക്ക് തന്ന ഒരുപാട് സിംബൽസ് കൊടുക്കുക. ഈ സിംബൽസ് ആണ് കൊച്ചിയാണ്. അപ്പൊ ടൂറിസത്തിനെ കുറിച്ചുള്ള നമ്മുടെ കൾച്ചറൽ ടൂറിസമാണെന്നും നമ്മളുടെ ഇൻഹെറിറ്റൻസിന്റെ വഴികൾ കാണലാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. നമുക്കത് മനസ്സിലാക്കുന്നതായി ഈ പാലം നിലനിർത്തണം ഒഴിച്ചു കളയും എന്ന് വെച്ചാൽ അതിലൂടെ കൂടുതൽ വലിയ വാഹനങ്ങൾ കടന്നുപോയി തകർന്നുപോയി. ആ നിലയിൽ അത് സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ആ മോളില് നമുക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ടാക്കാം. ഇതിനെ വ്യൂ ചെയ്യാനായിട്ട് നല്ലൊരു പോയിന്റാണ്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാക്കി കുട്ടികൾക്കെല്ലാം അതിന് മോളിൽ കയറാൻ വേണമെങ്കിൽ അതിന്റെ പുറത്തുനിന്ന് രാത്രിയാകുമ്പോൾ ടെലിസ്കോപ്പിലൂടെ ആകാശം നോക്കാൻ വളരെ ഇമ്പോർട്ടൻറ്റ്. ചെറിയൊരു ടെലിസ്കോപ്പ് വെച്ചാൽ തന്നെ നമ്മുടെ ഡയമെൻഷൻ പറഞ്ഞു. നമ്മളൊരു മൂണിൽ നോക്കുമ്പോൾ അതിന്റെ ക്രൈറ്റേഴ്സ് ഒക്കെ കാണാൻ പറ്റും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മൂണിന്റെ ക്രൈറ്റേഴ്സ് എല്ലാം കാണുമ്പോൾ തന്നെ വേറൊരു വ്യൂ പോയിന്റ് വൻ അത് വേൾഡ്. ആ ഒരു ഏരിയൽ വ്യൂ കൊടുക്കാനായിട്ട് നമുക്ക് അതിനോട് സാധിക്കും. ഹെറിറ്റേജ് കോൺഷ്യസ്നെസ് നമുക്ക് വന്നിട്ടില്ല. വരാത്തതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് ഹെറിറ്റേജ് ഉള്ള ആളുകൾ. 1, 2 നമ്മുടെ പ്രയോറിറ്റീസ് അവരെടുക്കും. ഇപ്പോഴും ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഓട്ടം തീർന്നിട്ടില്ല. ആ പ്രൈമറി പ്രയോറിറ്റീസ് കഴിയുമ്പോഴേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരും. പക്ഷെ ബൈ ദ ടൈം അതെല്ലാം തീരുന്നു, ഇതെല്ലാം ഡിസപ്പിയർ ചെയ്യും. അതൊരു ട്രാജഡിയാണ്. According to an order issued on 7/10/2003 by the Governor of Kerala, the old Matangiri Bridge was declared as a heritage property, which will be taken care by the Department of Tourism in consultation with the Cochin Port Trust. It is high time that the authorities make a clear-cut plan for the adaptive reuse of the bridge and make it a living monument in the memory of a bygone era. What makes Kochi special is the nostalgia it creates in the hearts of people with the landmarks the different cultures have left behind. These symbols makes us travel back to those days of past glory, retaining the old world charm of our city. Let us make sure that these monuments will remain forever so that the coming generations would get a glimpse of our history.